ഗോതമ്പ് പൊടി കൊണ്ട് നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഇടിയപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കാറില്ലേ? അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് പഞ്ഞിക്കെട്ട് പോലുള്ള ഇടിയപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ ഏതായാലും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ തന്നെ നമ്മൾ മാക്സിമം ചൂട് വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇച്ചിരി ഇതായിട്ട് കുഴയ്ക്കുമ്പം മാവ് നമുക്ക് ചുറ്റിയെടുക്കാൻ വിഷമായിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചപ്പാത്തി മാവിനേക്കാളും ഇച്ചിരി ലൂസായിട്ട് കുഴച്ചെടുക്കണം. തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. ഷുഗറുള്ള ആൾക്കാർക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പൊടിയൊക്കെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി, പൂരി അല്ലെങ്കിൽ പുട്ട് ഇത് മാത്രമാക്കാതെ നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ഇടിയപ്പം കൂടി ആക്കുമ്പം അതൊരു കഴിക്കാനും ടേസ്റ്റാണ്. കഴിച്ച് മടുത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. നിങ്ങൾ വീഡിയോ കാണുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല ചൂടുണ്ടെങ്കിൽ ഇച്ചിരി പച്ചവെള്ളത്തിൽ നമ്മളൊന്ന് കൈ മുക്കിയ ശേഷം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ കുഴച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് കുഴച്ചെടുത്താൽ മതി. നമുക്ക് കൈ വെച്ച് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം ഈ ഒരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ പാർട്ടാക്കിയിട്ട് മാറ്റാം. എളുപ്പത്തിൽ നമുക്കതിലേക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ആദ്യമേ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കത് ഇട്ട് കൊടുക്കുന്ന സമയം അതിൻ്റെ അകത്ത് മുറിച്ചിട്ട് നേരിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ 3 പാർട്ടാക്കിയിട്ട് മാറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സേവനാഴി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ തൂവി കൊടുക്കണം. കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അച്ചിട്ട് കൊടുത്ത ശേഷം ഒരല്പം ഓയിൽ അതിൻ്റെ ഉൾവശത്തായിട്ട് തേച്ച് കൊടുക്കുക. ഇത് മാവ് അവിടെ ഇവിടെയും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് കുത്തി നിറച്ച് അതുപോലെ ചെയ്യരുത്. കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് എടുത്ത് ബാക്കിയുള്ളത് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്കതൊന്ന് എളുപ്പത്തിൽ ചുറ്റിച്ചെടുക്കാം. മാവ് വളരെ ടൈറ്റായിട്ടുണ്ടെങ്കിൽ ചുറ്റിക്കാൻ വിഷമമായിരിക്കും. ഞാനിവിടെ വാഴ ഇലയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലൊക്കെ ചെയ്തെടുക്കാം. സാധാരണ ഇടിയപ്പമൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്നില്ലേ. ഞാൻ വീഡിയോയ്ക്ക് ഇത്തിരി ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് വാഴയില എടുത്തതാണ്. പിന്നെ വാഴയിലയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പം നമ്മളിതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പം മാവിൻ്റെ ആ ഒരു പാകം കറക്റ്റാണ്. നല്ല വൃത്തിക്ക് നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 3-4 ഇലയിൽ നമ്മളൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ആവിക്ക് വയ്ക്കുകയാണ്. തേങ്ങ വേണ്ടാത്തവർക്ക് തേങ്ങ ഇല്ലാതെ വെറുങ്ങനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ. തേങ്ങ കൂടി ഇടുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ആവിക്ക് വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് കൂടി ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3-4 ഒരുമിച്ചിട്ട് ഇട്ടിട്ട് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതൊന്ന് അടച്ച് വെച്ചേക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ആവുമ്പോഴേക്കും നമുക്കിതിന് ഒരു കോംബോ കറി തയ്യാറാക്കണം. അപ്പോൾ ഇതിനായിട്ട് തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി, ഒരു പച്ചമുളക്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മല്ലിപ്പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ ഒരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒത്തിരി നേരം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒത്തിരി നേരം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. പറഞ്ഞാൽ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അരഞ്ഞ് പേസ്റ്റ് പോലെ ആവരുത് കേട്ടോ. ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ ചെയ്തെടുക്കുക. ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബാക്കിയും കൂടി ഉള്ളത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരു 2-3 സെക്കൻഡ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അതൊന്ന് കുറുകി കിട്ടും കേട്ടോ. വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും പറയാം കേട്ടോ. ഈ ഒരു തക്കാളി ചട്നി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനതൊന്ന് എടുത്ത് മാറ്റി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, എല്ലാം നല്ല വിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.